എപ്പിസോഡ് 67 ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബിഗ് ബോസ് വലിയ കാര്യമായിട്ടുള്ള രീതിയിലാണ് സീക്രട്ട് ടാസ്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ നൂറേനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയും നൂറയുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരാൻ ബിഗ് ബോസിന് പറ്റി. കാരണം നൂറ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നൂറയുടെ അനിയത്തിമാരെയും അനിയനെയും ഫാമിലീനെയൊക്കെ ആണെന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുകയാണ്. നൂറ ഇപ്പോഴും അവരുടെ ഫാമിലിയുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആണ്, വളരെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് നൂറ കൺഫെഷൻ റൂമിലിരുന്ന് പറഞ്ഞത്. അതിനുശേഷം ബിന്നീനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്രട്ട് ടാസ്കും അതുപോലെ തന്നെ സീക്രട്ട് ടാസ്ക് ഏൽപ്പിക്കുന്ന ആളെയും വിളിക്കുമ്പോൾ സംശയം തോന്നാണ്ടിരിക്കാനാണ് ബിഗ് ബോസ് ചെയ്തത്. പക്ഷേ ഇത് മനസ്സിലായത് ഒരു ഗെയിമർക്കാണ്. നെവിൻ എന്ന് പറയുന്ന ഗെയിമർ, ഇയാൾ അവസാനം കപ്പടിക്കുമെന്ന് വരെ ഇപ്പം സംശയം തോന്നുന്നുണ്ട്. കാരണം ഹീ ഈസ് എ ഗെയിമർ. കാരണം പല കാര്യങ്ങൾ പുള്ളി ചിന്തിക്കുന്നുണ്ട്. എങ്ങനെയാണ് ബാക്കി ആർക്കും ഈ കാര്യം മനസ്സിലാവാതെ നെവിന് മാത്രം മനസ്സിലായെന്ന് മാത്രം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി. എന്തോ ഒരിത് നെവിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ സാധനമാണ് ഇന്നലെ വെളിപ്പെടുത്തിയത്. അപ്പോൾ ആര്യൻ ഈ ടാസ്ക് ഏൽപ്പിക്കുകയും ഒരു ഫോൺ കൊടുക്കുകയും അതുപോലെ ഈ ടാസ്കിൽ ഓരോ ആൾക്കാരെ പങ്കാളിയാക്കി വേണം ഇത് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അക്ബറിനെയൊക്കെ ചെയ്തപ്പോൾ നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടായിരുന്നു. ലക്ഷ്മിയുടെ അടുത്തൊക്കെ പറഞ്ഞ് ഒപ്പിച്ചൊപ്പിച്ച് ആര്യൻ ഒരു കണക്കിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ വഴുതി വന്ന വരാൽ മീനിനെ പോലെ ഷാനവാസ് കയറി വന്നത്. ഷാനവാസ് കയറി വന്നതും ടാസ്ക് മനസ്സിലാക്കാതെ ഷാനവാസിനെന്തോ പണി കൊടുക്കുകയാണെന്ന് വിചാരിച്ച് ആ ടാസ്ക് അലങ്കോലപ്പെടുത്തി. സീക്രട്ട് ടാസ്ക് അങ്ങനെ നശിച്ച് നാരായണക്കല്ലായി എന്ന് പറയേണ്ടി വരും. ഷാനവാസ് തൊലച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീക്രട്ട് ടാസ്കിൽ ബിഗ് ബോസ് ഉള്ളിലോട്ടേക്ക് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ സാബുമോനെയാണ്. സീസൺ 1 മത്സരാർത്ഥിയും വിജയിയുമായി മാറിയിരുന്ന സാബുമോനെയാണ് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറ്റി വിട്ടിരിക്കണം. അപ്പോൾ 1-2 ദിവസം അല്ലെങ്കിൽ 2 ദിവസം എന്തായാലും സാബുമോനെ അവിടെ ഉണ്ടാവും. അതനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും പുതിയ ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ പലരെയും തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ സാബുമോൻ വിദഗ്ധനാണ്. അപ്പോൾ ആ പണികളൊക്കെ ചെയ്തിട്ടായിരിക്കും സാബുമോൻ എന്തായാലും വീട്ടിൽ നിന്ന് പോവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് മെയിൻ. ഇന്നൊരു 80% ടൈമും ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ചുറ്റിപ്പറ്റി തന്നെയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സാബുമോനെ ബാത്റൂമിൽ കൊണ്ട് ഒളിപ്പിച്ചത്തേക്കും എല്ലാം കൈവിട്ട് പോയി. കാരണം അനുമോളൊക്കെ അപ്പം തന്നെ പൊക്കി. അനുമോളിന് സാബുമോനെ കാണുന്നതിന് മുന്നേ തന്നെ ശബ്ദം കേട്ട് തന്നെ ഇതാരാണെന്നുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അങ്ങനെ PR മാത്രം കൊണ്ട് ജീവിച്ചു പോകുന്ന അനുമോളെന്നൊക്കെ പല ശത്രുക്കളൊക്കെ പറയുകയാണെങ്കിലും അനുമോൾ ഒരു വലിയ കാര്യം ചെയ്തിരിക്കുകയാണ്. സാബുമാൻ്റെ ശബ്ദം കേട്ട് മനസ്സിലാക്കി. അതാണ് അനുമോൾ ഇതുവരെ ഹൗസിൽ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ കാര്യം. പിന്നെ അനുമോളുടെ പ്ലാച്ചിയും പിന്നെ അനുമോളുടെ പുതപ്പ് കേസ്, ഇതൊക്കെയാണല്ലോ അനുമോളുടെ വിശിഷ്ട കേസുകൾ. അതുപോലെ കിലുക്കത്തിൽ രേവതീനെ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ട് കിലുക്കത്തിലുള്ള കാവ്യ മാധവനെയാണ് കിട്ടിയതെന്നൊക്കെ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും ഒരിക്കലും ആർക്കും റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് കിലുക്കത്തിൽ രേവതി അവതരിപ്പിച്ചിരിക്കുന്നത്. അതിപ്പോൾ ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ കോമഡി സ്റ്റാർ മാജിക്കിലൊക്കെ അവതരിപ്പിക്കുന്ന ഇവരെയൊക്കെ കയ്യിൽ നിന്ന് ഇത്ര മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്.